ആശയങ്ങൾ വരുമ്പോ നമുക്കെന്താ ഇത്ര പേടി? ഒരു പഴയ കഥയിലൂടെ ഇതിനുത്തരം കണ്ടെത്താൻ ശ്രമിക്കാം. ഈ കഥയുടെ സാരം ഇത്രയുള്ളൂ: മാറ്റത്തെ പേടിക്കുന്ന മനസ്സ് അത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നൊരു തടവറയാണ്. കഥ തുടങ്ങുന്നത് പേടിയുടെ ഒരു ചക്രവാളത്തിലാണ്. ആ നാട്ടുകാർക്ക് ലോകം അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അവർ വിശ്വസിച്ചിരുന്നത് ഭൂമി പരന്നതാണെന്ന്. അതൊരു വെറും വിശ്വാസമായിരുന്നില്ല, അവരുടെ ലോകം തന്നെ അതായിരുന്നു. അവരുടെ വിചാരം കടലിനപ്പുറം ലോകം അവസാനിക്കുമെന്നായിരുന്നു. പിന്നെ വലിയൊരു കുഴിയാണ് പാതാളം. ആകാശം ഇടിഞ്ഞു വീഴാതിരിക്കാൻ വലിയ തൂണുകളുണ്ടെന്നും അതിനപ്പുറം കൂരിരുട്ടാണെന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ പേടിച്ചിരുന്ന ആ നാട്ടിൽ ഒരാൾക്ക് മാത്രം ഒരു സംശയം തോന്നി. അവിടുന്ന് കാര്യങ്ങൾ മാറി. ദൂരെ നിന്ന് വരുന്ന കപ്പലുകളെ അവൻ എല്ലാ ദിവസവും ശ്രദ്ധിക്കുമായിരുന്നു. അതിലൊരു പ്രത്യേകത അവൻ കണ്ടു. അവന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു: കപ്പലിന്റെ കൊടിമരം എന്തുകൊണ്ടാണ് ആദ്യം കാണുന്നത്? അപ്പൊ നോക്കൂ, പരന്ന ഭൂമിയിൽ കപ്പൽ മുഴുവനായി കാണണം. പക്ഷേ അവൻ കണ്ടതോ ആദ്യം കൊടിമരം മാത്രം. ഈ ഒരു നിരീക്ഷണത്തിൽ നിന്ന് അവൻ ആ സത്യം കണ്ടെത്തി: ഭൂമി പരന്നതല്ല, ഉരുണ്ടതാണ്. പക്ഷേ ഈ കണ്ടുപിടുത്തം നാട്ടുകാരോട് പറഞ്ഞപ്പോ അവരെല്ലാം അവനെ കളിയാക്കി ചിരിച്ചു. അവരുടെ ചോദ്യം ഇതായിരുന്നു: ഭൂമി ഉരുണ്ടതാണെങ്കിൽ നമ്മളൊക്കെ താഴെ വീണുപോകില്ലേ? കടലിലെ വെള്ളമൊക്കെ ഒഴുകിപ്പോവില്ലേ? അവന്റെ യുക്തി അവർക്ക് ഭ്രാന്തായി തോന്നി. പഴയ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തപ്പോ അധികാരികൾ അവനെ ദൈവനിന്ദകൻ എന്ന് വിളിച്ചു. സത്യം തെളിയാൻ ചിലപ്പോ ഒരുപാട് സമയമെടുക്കും. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ പുതിയ ആശയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. നോക്കൂ, ഒരു വിശ്വാസം, പിന്നെ ഒരു പുതിയ കണ്ടെത്തൽ. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിലാണ് സത്യം പുറത്തുവരുന്നത്. ഒടുവിൽ സംഭവിച്ചത് ഇതാണ്: ഒരു നാവികൻ ലോകം ചുറ്റി തിരികെ വന്നു. അതോടെ ആ പഴയ വിശ്വാസങ്ങളെല്ലാം തകർന്നു. അപ്പോ ഈ സംഭവം അവരെ എന്താണ് പഠിപ്പിച്ചത്? കാലം തെളിയിച്ച ആ പാഠം എന്തായിരുന്നു? അവർക്കൊരു കാര്യം മനസ്സിലായി: യഥാർത്ഥ പാതാളം കടലിനപ്പുറമല്ല, സ്വന്തം അടഞ്ഞ മനസ്സിലാണ്. അപ്പോ ഈ കഥയിൽ നിന്ന് നമുക്ക് ചില പ്രധാന കാര്യങ്ങൾ പഠിക്കാം. സത്യത്തിന് കാലം എപ്പോഴും കൂട്ടുനിൽക്കും. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഇതാണ്: ഇന്നത്തെ കാലത്ത് നമ്മൾ വിശ്വസിക്കുന്ന പരന്ന ഭൂമി ഏതാണ്?